അനിവാര്യഘട്ടത്തിൽ RSSുമായി ചേർന്നിട്ടുണ്ടെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവനയെ ആയുധമാക്കി UDF. പഴയ കൂട്ടുകെട്ടിനെക്കുറിച്ചുള്ള MV ഗോവിന്ദന്റെ ഓർമ്മപ്പെടുത്തൽ നിലമ്പൂരിൽ RSS പിന്തുണ തേടലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുറന്നടിച്ചു. ജനസംഘകാലത്ത് മാത്രമല്ല BJP രൂപീകരിച്ച ശേഷവും CPM അവരുമായി കൂട്ടുകൂടിയിട്ടുണ്ടെന്ന ചിത്രങ്ങൾ ഉയർത്തി സ്ഥാപിക്കാനും സതീശൻ ശ്രമിച്ചു. MV ഗോവിന്ദൻ മലക്കം മറിഞ്ഞെങ്കിലും വിടാൻ UDFന് ഭാവമില്ല. MV ഗോവിന്ദന്റെ പ്രസ്താവന അനവസരത്തിലെന്ന് തോന്നുമെങ്കിലും ബോധപൂർവം നടത്തിയതാണെന്ന് VD സതീശൻ. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് എന്താണ് ഈ പഴയ സൗഹൃദത്തെ പറ്റി CPM ഓർക്കാൻ കാര്യം? നമ്മൾ വേർപിരിഞ്ഞെങ്കിലും ഇടയ്ക്ക് വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. ജനതാ പാർട്ടിക്കാലത്തെ സഹകരണം മാത്രമെന്ന CPM വിശദീകരണത്തിന് 1989 ചിത്രങ്ങൾ ഉയർത്തിയും സതീശന്റെ മറുപടി. 89 അദ്വാനിയും അതുപോലെ വാജ്പേയിയും ജ്യോതി ബാസുവും EMS നമ്പൂതിരിപ്പാടും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണിത്. ഒളിഞ്ഞും തെളിഞ്ഞും CPM RSSുമായി കൂട്ടുകൂടിയെന്ന് സണ്ണി ജോസഫ്. വളരെ പ്രകടമായിട്ട് RSSുമായിട്ട് ഞങ്ങൾ ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന് പരസ്യമായിട്ട് ദൃശ്യമാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞ ഗോവിന്ദൻ മാസ്റ്റർക്ക് പിന്നെ ഉരുണ്ട് കളിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഗോവിന്ദൻ പറഞ്ഞതിനെ സ്വരാജ് ലഘൂകരിച്ചിട്ട് കാര്യമില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അല്ല, ഉള്ളത് ലഘൂകരിക്കാൻ കഴിയില്ലല്ലോ. അല്ല, നിലമ്പൂർ ഏതായാലും കൈവിട്ടുപോയി. അപ്പം ഇനി ഇത് അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാകുന്ന അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നോക്കുകയായിരിക്കും. P സുന്ദരയ്യയുടെ രാജിക്കത്തിലെ വാചകങ്ങളും CPM RSS ബന്ധത്തിന് തെളിവായി ഉദ്ധരിച്ചാണ് UDFന്റെ മറുപടി. മീഡിയ 1 തിരുവനന്തപുരം.